Hi dears, welcome back. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഗോബി മഞ്ചൂരിയൻ ആണ്. കല്യാണ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ഒരു കോളിഫ്ലവർ മസാല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. സാധാരണ ഹോട്ടലുകളിൽ കിട്ടുന്ന ഗോബി മഞ്ചൂരിയൻ പോലെ അല്ല ഇത്. കുറച്ചും കൂടി നമ്മുടെ ഒരു നാടൻ രീതിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ അറിയാലോ, ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് തന്നെ കോൺഫ്ലവർ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കാണത്തില്ല, നല്ല കളറും ഉണ്ടാവും. അത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. സാധാ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യുക. ഒരുപാട് ലൂസായി പോകണ്ട, കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിൽ തന്നെ എടുത്താൽ മതി. മാവ് ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. കാരണം ഈ കോളിഫ്ലവർ വേവണം. പിന്നെ നമ്മൾ മസാലയിൽ ഇട്ടിട്ട് ഒത്തിരി സമയം ഇത് കുക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കോളിഫ്ലവർ പാകത്തിന് വെന്തിട്ടുണ്ടാവണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കോളിഫ്ലവറും വെന്ത് വരണം. ഒരുപാട് സമയം എടുക്കില്ല, കോളിഫ്ലവർ പെട്ടെന്ന് വേവും. ഇനി ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം ഈസി ആയിട്ട് തന്നെ അതിങ്ങനെ വിട്ട് വന്നോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഓരോന്നായിട്ട് ഇങ്ങനെ ഇളകി വന്നു. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന കോളിഫ്ലവറും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ ആ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിന് തന്നെ കുറച്ച് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 5 ഏലക്ക ഇട്ടു, 2 ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെയാണ് കേട്ടോ അരിയേണ്ടത്, വലിയ കഷ്ണങ്ങളായിട്ടല്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് മൂക്കണം, ആ ഒരു കളർ ഒന്ന് മാറണം. സവോള ഇതുപോലെ ഒന്ന് നിറം മാറി വരുമ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഈ ക്യാപ്സിക്കം നമ്മൾ സാധാരണ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്നതിൽ നല്ല വലുതായിട്ടായിരിക്കും കിടക്കുന്നത്, പക്ഷെ ഇതിൽ കുഞ്ഞായിട്ട് തന്നെ അരിയണം. അപ്പോൾ ഇതും നന്നായി വഴറ്റി ഒന്ന് വാടി വരട്ടെ. അത് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ഇതിന് ഈ മസാലയ്ക്ക് നല്ല കളർ കിട്ടും, എന്നാൽ എരിവും ഉണ്ടാവത്തില്ല. അപ്പോൾ മാക്സിമം അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഇത് നല്ലോണം വഴറ്റി അതിൻ്റെ ആ ഒരു പച്ച ചൊവ മാറണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ, അല്ലെങ്കിൽ മസാലയ്ക്ക് ആ ഒരു പച്ച ചൊവയ്ക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് മൂത്ത് കഴിയുമ്പോൾ ഒരു 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, ആ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഉള്ള സവോളയും ക്യാപ്സിക്കവും ഒക്കെ നല്ലോണം ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം കിടന്ന് തന്നെ കുക്കാവട്ടെ. 5 മിനിറ്റ് മതി കേട്ടോ. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസിൽ ഉപ്പുണ്ട്, അതുപോലെ കോളിഫ്ലവറിൽ ഫ്രൈ ചെയ്തപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് വേറൊരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യണം. ഇതാണ് ഗ്രേവി കുറുകാനായിട്ട് നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതിനകത്തുള്ള സവോളയും ക്യാപ്സിക്കും ഒക്കെ നല്ലോണം വെന്ത് ഇതുപോലെ ഒന്ന് നല്ലൊരു മസാലയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ കോൺഫ്ലവറിൻ്റെ വെള്ളം 1.5 കപ്പാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുകി വരണം. തീ കൂട്ടിയിടണ്ട, കാരണം ഈ ചേർത്ത കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറിക്കോട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടി ഉപ്പിടുകയാണേ. ഇപ്പോൾ വെള്ളം ഒഴിച്ചു, പിന്നെ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവിയിലുള്ള ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോഴാണ് ആ ഗ്രേവിക്ക് നല്ലൊരു
കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നത്. അറിയാലോ, ഗോബി മഞ്ചൂരിയൻ ഒരു ചെറിയ മധുരമുണ്ട്. അതുകൊണ്ട് പഞ്ചസാര ചേർക്കണം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അളവിൽ ചേർക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വന്നു. ഒരുപാടൊന്ന് കട്ടിയായി പോകണ്ട. നല്ലോണം ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഗ്രേവി കുറേ അങ്ങ് പിടിക്കും. അപ്പം ഈ ഇത്രയും ഗ്രേവി ഉണ്ടാവത്തില്ല ലാസ്റ്റ്. നല്ലോണം പിടിച്ച് കുറച്ചും കൂടെ അത് ഡ്രൈ ആയിട്ടിരിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയാണ് സാധാരണ നമുക്ക് ഈ ഒരു മസാല കിട്ടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഒന്നും ചേർക്കാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ലാസ്റ്റ് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ആ ഗ്രേവി ഒന്ന് പിടിച്ച് കറക്റ്റ് പരുവത്തിന് ആയിട്ടുണ്ടാവും. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു നാടൻ രീതിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ ആണ്. ഇത് സാധാരണ പാർട്ടികളിൽ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിക്കാൻ കിട്ടാറുള്ളത്. ഈ റൈസിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് നാൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ കോളിഫ്ലവർ മസാലയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.